എനിക്ക് ആരുമില്ല. എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കൃഷ്ണകുമാർ ഫാമിലി വീണ്ടും സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി നിൽക്കുകയാണ്. അതായത് വേറൊന്നുമല്ല, ഇപ്രാവശ്യത്തെ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധു കൃഷ്ണയുടെ സ്വന്തം അമ്മ, പ്രായമായിട്ടുള്ള അമ്മയെ നോക്കാൻ ആരുമില്ല. അതായത് സിന്ധു കൃഷ്ണയുടെ സ്വന്തം അമ്മയാണ്. അച്ഛൻ മരിച്ചിട്ട് കുറച്ച് നാളുകളായി. അതിനുശേഷം ആ അമ്മ ഒറ്റയ്ക്കാണ്. അപ്പൊ ഈ അമ്മയെ ആരും തന്നെ നോക്കാനില്ല. അവരുടെ പേരക്കുട്ടിയായിട്ടുള്ള തൻവി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി കാനഡയിലോ മറ്റോ ആയിരുന്നു, കല്യാണമൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു പെൺകുട്ടി ഇപ്പോൾ കാനഡയിലെ ജോലിയെല്ലാം കളഞ്ഞിട്ട് ഈ അമ്മമ്മയെ നോക്കാൻ വേണ്ടി നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ വലിയ രീതിയിലുള്ള ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കും, കൃഷ്ണകുമാറിന്റെ ഫാമിലി നല്ല പണത്തിന് പണം, എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള ഒരു ഫാമിലി. സ്വന്തം അമ്മയെ നോക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. ആ അമ്മയെ നോക്കാനും അന്വേഷിക്കാനും ഒന്ന് വിളിച്ചു തിരക്കാനും പോലും ആരുമില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർ എന്ത് വിചാരിക്കും? അപ്പൊ ഈ ഒരു വിഷയത്തില് തൻവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു എക്സ്പ്ലനേഷനുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ അഹാന കൃഷ്ണ വന്നിട്ട് അവരുടേതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 50 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ആണ്. അതിൽ അഹാന കൃഷ്ണ പറയുന്നത് ഈ അമ്മുമ്മ ആളത്ര ശരിയല്ല. അതായത് അമ്മുമ്മയ്ക്ക് ഭയങ്കര കട്ടക്കലിപ്പാണ്. അമ്മുമ്മ എത്ര ഹോം നേഴ്സും അല്ലെങ്കിൽ എത്ര വേലക്കാരൊക്കെ വന്നാൽ അവരുമായിട്ടൊന്നും പൊരുത്തപ്പെട്ടു പോകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കുറ്റങ്ങൾ ആ ഒരു അമ്മുമ്മയുടെ ഭാഗത്താണ് എന്നുള്ള രീതിയിൽ 50 മിനിറ്റുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് അവര് പറയുന്നത് സത്യമാണെന്ന് തോന്നിപ്പോവും. ഇന്നിപ്പോ വീണ്ടും ഈ തൻവി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി, അതായത് ആ ഒരു അമ്മയുടെ ഒരു പേരക്കുട്ടി തന്നെയാണ്, ആ കുട്ടി വന്നിട്ട് ഈ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അതിന്റെ ആ ഒരു തൻവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്ന് കാണാം. ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പൊ ബേസിക്കലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, അമ്മമ്മയുടെ ആ ചെറിയൊരു ഷോട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഞാൻ ആ വീഡിയോ എടുത്ത് എപ്പോഴാന്ന് വെച്ചാൽ, നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മുമ്മ ഇങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് പാക്കിങ്ങിന്റെ ഇടയ്ക്ക് അമ്മുമ്മേനെ എന്റെ വീഡിയോ ഷോട്ടിലേക്ക് കയറ്റാം എന്നുള്ള രീതിയിലാണ് എടുത്തത്. പക്ഷെ അമ്മുമ്മ വിളിച്ചപ്പോഴും പിന്നെ എപ്പോഴും പറയുന്ന ഒരേ കാര്യം പോലെ വിഷമം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു ഷോട്ട് എടുത്തു. അമ്മുമ്മ എനിക്ക് ആരുമില്ല എന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് അത് കേട്ടപ്പോഴത്തേക്കും വിഷമമായി. കാരണം അമ്മുമ്മ ആരുമില്ല എന്ന് പറയുന്നത് അപ്പൂപ്പം പോയോണ്ട് അമ്മുമ്മക്ക് കൂട്ടിന് ആരുമില്ല. കാരണം അമ്മുമ്മക്ക് ജോലിക്ക് നിൽക്കിയ ആളുണ്ട്. പിന്നെ അമ്മുമ്മേനെ സിന്ധുമ്മയുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി നിർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അമ്മുമ്മക്ക് ഈ OCD എന്ന് പറഞ്ഞ സാധനം ഉള്ളതാണ്. അപ്പൊ അമ്മുമ്മക്ക് അമ്മുമ്മയുടേതായ രീതിയിലൊക്കെ വീട് വൃത്തിയാക്കാൻ ഉള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മു പറഞ്ഞ ആ കാര്യം സത്യമാണ്, അമ്മൂമ്മക്ക് OCD ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വീണതേ അമ്മൂമ്മയുടെ അടുത്താണ്. അപ്പൊ അമ്മൂമ്മക്ക് പണ്ട് തൊട്ടേ ഈ അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് അത്രയും വലിയ കുഴപ്പമില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തപ്പോൾ മറ്റേ സ്പെഷ്യൽ നീഡ്സ് ആയ പ്രായമുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ അമ്മൂമ്മയുടെ OCD ഒക്കെ ഒന്നുമല്ല. അവിടെ നിന്ന് പിച്ചും മാന്തും അവിടെ പാമ്പർ മാറ്റോ അതെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ അമ്മൂമ്മയുടെ ഈ OCD ഒക്കെ എനിക്കൊരു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അമ്മൂമ്മയ്ക്ക് കൂടെ അപ്പൂപ്പനില്ല എന്ന് അമ്മൂമ്മ പറയുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലേ, ഇത്രയും വലിയ മക്കളും അല്ലെങ്കിൽ ഇത്രയും നല്ല പണമുള്ള മക്കളൊക്കെ ഉണ്ടായിട്ട് ഈ അമ്മൂമ്മയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവരെ നോക്കാനോ അന്വേഷിക്കാനോ ആരുമില്ല, ഒന്ന് വിളിച്ചു തിരക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ. സ്വന്തം അമ്മയ്ക്ക് ഒരു കൈസഹായത്തിന് ഒരാളില്ല. പിന്നെ ആ അമ്മയ്ക്ക് എന്തോ ഒരു OCD എന്ന് പറയുന്ന ഒരു അസുഖം ഉള്ളതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. സിന്ധു കൃഷ്ണയുടെ ഒക്കെ അമ്മ തന്നെ വന്നിട്ട് കുറേയധികം കാര്യങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട്. നമുക്ക് ആ അമ്മയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. എൻ്റെ മക്കള് അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ. പക്ഷെ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറെ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്?
അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരയക്കണേന് ഇത് കണ്ട അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പൊ അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മുവിനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. എന്നിട്ട് അവര് പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ല എന്ന് എനിക്കറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ. മൂക്കങ്ങനെ മുറിഞ്ഞ് രക്തം വന്നെങ്കിലേ ഉള്ളു, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിലൊന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളി നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞും കൊണ്ടുപോയൊരു ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്. ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്. സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്. അതും പോയി. അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തൻവിയെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്ന അമ്മ പറയുന്ന ചിന്നമ്മ എന്നാണല്ലോ എന്റെ അമ്മേനെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീയാണെന്നും എന്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മു പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ നാറി സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്തായിട്ട് പറയുക, അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യും. അത് ആരും തിരക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോരാ. അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നെല്ലാം അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന
അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് നിന്നിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മുമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മുമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പന് അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നൂല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മു അങ്ങനെ പറഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ്, ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അവസാനം അമ്മൂമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാരും എന്താ പറഞ്ഞ, കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ചു പറഞ്ഞത് അമ്മുമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇഷാനിയായിട്ടാണ് വരണത്? കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനിയും ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞു. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്, എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായ എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരെയില്ല മോനെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. പിന്നെ അമ്മൂമ്മ എന്നോട് വിളിച്ചു പറഞ്ഞായിരുന്നു, എന്തോന്ന് അപ്പൂപ്പന്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്, ഈ പിന്നെ സഞ്ചാന്യത്തിൻ്റെ അന്ന് പിന്നെ ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പം എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട്, ഇത് എനിക്കിഷ്ടപ്പെട്ട ചുടിദാർ, ഈ ചുടിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുടിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുടിദാർ അവളങ്ങെടുത്ത്. അവളെപ്പോഴോ എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുടിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുടിദാർ തയ്ച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തുകൊണ്ട് പോയി അവളിടണ്. എനിക്ക് തന്ന തുണി, മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തുകൊണ്ട് പോയി. അത് എനിക്കിഷ്ടപ്പെട്ട തുണി, ഞാൻ അറിയാതെ കണ്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെയാ പറഞ്ഞു. ഞാൻ കുറെ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നഴ്സ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കണ തുണിയില്ല. എന്നിട്ട് ആ ഹോം നഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുടിദാറുകൾ എടുത്ത് തേക്കാൻ തന്നാലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അവൾക്ക് എനിക്കറിയില്ല എന്നായി. അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കണത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവനെടുത്തങ്ങ് മാറ്റിക്കളഞ്ഞ്. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി, അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ച്, ആ തുണിയെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ്, അമ്മൂമ്മയ്ക്ക് തുണിയില്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്നും പറഞ്ഞ് പോയി. എനിക്കൊരു 5 ചുടിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയനാ. ആ സ്ത്രീ അങ്ങ് ചത്താ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവേയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല,
അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ പിന്നെ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുകയും ചെയ്യണത് കൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകിയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് അവർ കഷ്ടപ്പെട്ട് ഇവരിന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കണില്ലേ? എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുട്ടപ്പേട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് കിടക്കണം. ഇംഗ്ലീഷ് എന്നിട്ട് അമ്മ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ ചെലവിന് ഇപ്പം ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പം മെനങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോൻ, കാരണം ഞാൻ ഇട്ടയക്കുന്ന പൈസയ്ക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. കരയാതെ അമ്മ, എനിക്ക് അറിഞ്ഞാൽ അവര് പറയും അവിടെയാണെന്ന്. അമ്മ കരയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരിയെ വെക്കുന്നു. പിന്നെ എനിക്ക് ചെലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിനെന്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനങ്ങാന്ന് എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് ഞാൻ, അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഇരിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിന്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, സിന്ധുവിൻ്റെയും സിമീനുടെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കണ ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോനെ. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെയല്ലേ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം. എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവൾക്ക് വാങ്ങിക്കൊടുത്തത്. അമ്മമ്മ കരയല്ലേ അമ്മമ്മ, കരയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അഭിനയാണെന്ന്. എന്നിട്ട് ഞാനിന്നതാ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ഞാൻ ഇരിക്കുന്നു. എന്തായാലും ഈ അമ്മയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് ഇത് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. എത്രയാന്നൊക്കെയാന്ന് പറഞ്ഞാലും അവര് പ്രായമുള്ളൊരു സ്ത്രീയല്ലേ അല്ലെ? പ്രായമായതിൻ്റെയൊക്കെ ചെറുതായിട്ടുള്ള ഒരു വാശിയും ദേഷ്യവും ഒക്കെ അവർക്കും ഉണ്ടാവും. പക്ഷെ അതൊക്കെ അറിഞ്ഞും കണ്ടും നിൽക്കേണ്ടത് ആരാണ്? അവര് സംരക്ഷിക്കേണ്ടവർ തന്നെ അവർക്കെതിരെ വന്നിട്ട് അവര് മോശം സ്ത്രീയാണ്, അവരുടെ സ്വഭാവം കൊള്ളത്തില്ല എന്നൊക്കെയാണ് സിന്ധു കൃഷ്ണയുടെ മകളായിട്ടുള്ള അഹാന വന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അഹാന വന്നിട്ട് ആ ഒരു വീഡിയോ ഇട്ടപ്പോ ഞാനും വിശ്വസിച്ചു പോയിട്ടോ. പക്ഷെ ഇപ്പൊ ഈ അമ്മയുടെ ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ആ അമ്മ എന്തോരം സഹിച്ചിട്ടുണ്ടാവും അല്ലെ? അവർക്ക് ഈ ഒരു അമ്മേനെ നോക്കാനോ അല്ലെ തിരക്കാനോ ഒന്നും തന്നെ അവർക്ക് പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങൾ അവർ പറഞ്ഞുണ്ടാക്കി. എന്തായാലും അഹാന കൃഷ്ണ കൊള്ളാം കേട്ടോ. ആ അമ്മയോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഈ കൃഷ്ണകുമാറിന്റെ ഫാമിലി ഫുൾ ഉഡായിപ്പാണ്, ഉഡായിപ്പിന്റെ അങ്ങേ അറ്റത്ത് ഉഡായിപ്പാണ്. എന്തായാലും ഇനിയിപ്പോ ഇതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഈ നാണകെട്ട കുടുംബം എന്ത് പറഞ്ഞ് വരുമെന്ന് അറിയത്തില്ല. എന്താന്ന് പറഞ്ഞാലും ഈ അമ്മയ്ക്കും തൻവിക്കും ഒപ്പം തന്നെയാണ് ന്യായമെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. കാരണം അഹാനയുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മള് അഹാനയെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു മണ്ടത്തരായി പോയി ഇപ്പൊ എനിക്ക് തോന്നുകയാണ്. കാരണം ഈ അമ്മയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് ഇത് തള്ളിക്കളയാൻ തോന്നുന്നില്ല. ഈ പാപമൊക്കെ എവിടെ കൊണ്ട കളയും സിന്ധു കൃഷ്ണ? കാരണം പെറ്റുപോറ്റു വളർത്തിയ ആ ഒരു അമ്മയാണ്. ഇവർക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടാ, പണമുണ്ട്, ആവശ്യത്തിന് പണമുണ്ട്. എന്നിട്ട് ഈ അമ്മയെ നോക്കാനോ അന്വേഷിക്കാനോ തിരക്കാനോ ഒന്നും തന്നെ കഴിയില്ല. ആ അമ്മ തന്നെ പറയുന്ന കേട്ടില്ല, ഈ അഹാന എന്ന് പറയുന്ന അമ്മു ഒരുപാട് ആ അമ്മയെ ദ്രോഹിച്ചിട്ടുണ്ട്. അതേസമയം ഇഷാനി, അതുപോലെ ഹൻസിക, നമ്മുടെ ഓസി എന്ന് പറയുന്ന നമ്മുടെ ദിയ കൃഷ്ണൻ, ഇവരാരും ആ അമ്മൂമ്മ അടുത്ത് യാതൊരുവിധ രീതിയിൽ ഒന്നും തന്നെ പറയാൻ പോയിട്ടില്ല. അതേസമയം ഈ അഹാന ആള് വില്ലത്തിയാണ് കേട്ടോ. എന്നിട്ട് വന്നിരുന്ന് ഈ അമ്മൂമ്മയുടെ കുറ്റം മൊത്തം അങ്ങ് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ഇതിൽ ആര് പറയുന്നതാ വിശ്വസിക്കുന്നത്? ഈ പ്രായമായ ഈ അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് അതൊരു നുണയാണെന്നോ അല്ലെങ്കിൽ അവരത് അഭിനയിക്കുന്നതാണെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണം.